നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നിലവിൽ ഇപ്പോൾ നമ്മുടെ കോടതി 22-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം നിലവിൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോടതിയിൽ കേസിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നിലവിൽ ഒരുപാട് പേർക്ക് എന്താണ് സംഭവം, അല്ലെങ്കിൽ എക്സാമിനേഷൻ സമയത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു അറിവ് ഇപ്പോഴും ഒരുപാട് പേർക്കില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വേറൊന്നുമല്ല, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് നടന്നപ്പോഴത്തേക്കും സബ് ഇൻസ്പെക്ടർ എക്സാംസിൽ ഏകദേശം 13ഓളം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി തന്നെ നിലവിലിപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന 1-2 തെറ്റുകൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ഈ സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ്, ഈ ഡേറ്റും നമ്മുടെ പ്രിലിംസിന്റെ ഡേറ്റും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാര്യം, ഈ സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 30/12/2019 ആണ്. 30/12/2019 എന്ത് ചെയ്യുന്നത്, സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. പക്ഷേ ഈ പ്രിലിംസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നിലവിൽ കേരള PSC അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 11/8/2020 സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഒരു വർഷം മുന്നേ, എപ്പോഴാണ്, 30/12/2019. ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് 11/8/2020. ഓക്കെ, അപ്പോൾ 19 വന്ന SIയുടെ നോട്ടിഫിക്കേഷന് 20 വന്ന ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്രമക്കേടാണ്. കാര്യം, നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നൊരു എക്സാമിനേഷൻ നടത്തേണ്ടത് പഴയ രീതിയിൽ തന്നെയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയൊരു എക്സാമിനേഷന്റെ രീതി നടപ്പിലാക്കേണ്ടത് അതിനുശേഷം വരുന്ന, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ഡേറ്റിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട്, പുതിയ രീതികൾ നടപ്പിലാക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് തന്നെ എന്ത് തന്നെയാണ്, പൊട്ടത്തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് എലിജിബിലിറ്റി ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടിന്റെ കാര്യമാണ്. കാര്യം, ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു SI ടെസ്റ്റ് എന്നൊക്കെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ ജീവിതാഭിലാഷം തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത ഈ ഒരു എക്സാമിനേഷന് ഒരു മെയിൻസ് ലെവലിലേക്കുള്ള അല്ലെങ്കിൽ പ്രിലിംസിന്റെ ലിസ്റ്റ് തന്നെ ഒരു അവസാനം ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് ചുരുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു പ്രിലിംസ് ലിസ്റ്റ് തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിന്റെ എണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി, ഏകദേശം 6000 അടുപ്പിച്ച ആൾക്കാരെയാണ് ഈ ഒരു SIയുടെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രിലിംസ് ലിസ്റ്റ് ആണല്ലേ, അപ്പോൾ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, കോടതിയിലേക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്, കോടതിയിലും കേസും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നമ്മളെ PSC അങ്ങ് ബാൻ ചെയ്ത് കളയും, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ജുഡീഷ്യറി തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ജുഡീഷ്യറി, കോടതിയുടെ തീരുമാനം തന്നെയാണ് അന്തിമം അല്ലേ. അപ്പോൾ എന്തായാലും 22-ാം തീയതി പരീക്ഷ നടക്കുന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ കേരള PSC എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇന്നോ നാളെയോ അപ്പീൽ കൊടുക്കും. അപ്പോൾ അപ്പീൽ കൊടുത്താലും എക്സാമിനേഷൻ നടക്കാനുള്ള, അല്ലെങ്കിൽ എക്സാമിനേഷൻ 22-ാം തീയതി നടക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കേരള PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, 22-ാം തീയതി എക്സാമിനേഷൻ ഉള്ളവരെ വളരെ വ്യക്തമായി തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. പക്ഷെ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഈ ഒരു സബ് ഇൻസ്പെക്ടറിന്റെ എക്സാമിനേഷന്റെ കൂടെ നടത്തിയ മറ്റു കുറച്ച് എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണ്, സെക്രട്ടേറിയറ്റ് എക്സാം, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് ജയിലർ എക്സാം, ഇതെല്ലാം ഈ സെയിം ക്വസ്റ്റ്യൻ വെച്ച് നടത്തിയ എക്സാമിനേഷൻ ആണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തുണ്ട്, ക്രമക്കേടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ SIയുടെ എക്സാമിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, മറ്റൊന്നുമല്ല, SIയുടെ എക്സാമിനേഷന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കേസിന് പോയവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോടതിക്ക് മനസ്സിലായി ഈ ഒരു എക്സാമിനേഷനകത്ത് ഇത്രയും തെറ്റുകൾ വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ്, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് ആവശ്യത്തിന് മാർക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നുമല്ല, കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സെറ്റ് ഓഫ് എക്സാമിനേഷനിൽ ഈ SIയുടെ എക്സാമിനേഷൻ മാത്രമായിട്ട് എന്തായാലും തെറ്റുകൾ വരത്തില്ല. ബാക്കിയുള്ള എക്സാമിനേഷനും അതിൻ്റെ കൂടെ നടത്തിയിട്ടുള്ള ബാക്കിയുള്ള എക്സാമിനേഷനും സെയിം മിസ്റ്റേക്ക് തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ,
ഇതിൽ വിവരാവകാശമായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനകത്ത് നോർമലൈസേഷൻ എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല എന്ന് തന്നെയാണ് കേരള PSC ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലൈസ്ഡ് കട്ട് ഓഫുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. പക്ഷെ നോർമലൈസേഷൻ വന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് സ്റ്റാൻഡർഡൈസേഷൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ലിസ്റ്റിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ മിസ്റ്റേക്കുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, കേസ് ഫയൽ ചെയ്യുക. അത് പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കാര്യം സെയിം എക്സാമിനേഷൻ ആണ്, അതിൽ SIക്ക് മാത്രം കൊമ്പൊന്നുമില്ല. അപ്പോൾ ബാക്കി എക്സാം അല്ലെങ്കിൽ ബാക്കിയുള്ള ലിസ്റ്റുകളിൽ പ്രതീക്ഷിക്കുന്നവർ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഓക്കെ, ഒരിക്കലും ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർ ഇതൊരു നെഗറ്റീവ് കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച ഒരുപാട് പേര് ബാക്കി ഈ ചാൻസ് ലഭിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ലിസ്റ്റിലേക്ക് വന്ന് നിങ്ങളുടെ സ്വപ്നതുല്യമായിട്ടുള്ള ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസരം തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയും കോടതിയൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം നല്ലപോലെ തന്നെ ഉപയോഗിക്കുക. ലിസ്റ്റിലേക്ക് വരുമെന്ന് ഉറപ്പുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്താണ്, ഈ ഒരു കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടേക്കുന്ന ഈ ഒരു നോട്ടീസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ 16-ാം തീയതി വന്നിട്ടുണ്ടായിരുന്ന കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പോൾ ഇതിനകത്ത് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് കായികക്ഷമതാ പരീക്ഷ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കലിൻ്റെ കാര്യം പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കൂടി ജസ്റ്റ് ഇതിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബിരുദതല മുഖ്യ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ നടത്തുന്ന കാര്യം പറയുന്നുണ്ട്. നമ്മുടെ 23-ാം തീയതി നവംബർ 23, 2022 എക്സാമിനേഷൻസ് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ SIയുടെ എക്സാം മാത്രമേ വിത്ത്ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ സബ് ജയിലിലെ അസിസ്റ്റന്റ് ജയിലർ, സൂപ്രണ്ട്, ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ, അതുപോലുള്ള ബാക്കി എക്സാംസിനെല്ലാം ഒരു മാറ്റമില്ല. അത് കൃത്യമായിട്ട് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ OMR പരീക്ഷ, പട്ടികവർഗ വികസന വകുപ്പിലേക്കുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ OMR പരീക്ഷ നടക്കുന്നുണ്ട്. വകുപ്പ് തല പരീക്ഷയിലേക്കുള്ള പ്രായോഗിക പരീക്ഷ എന്ന് പറഞ്ഞിട്ട് 2022 ജൂൺ മാസത്തിലെ വകുപ്പ് തല പരീക്ഷകളുടെ ഭാഗമായിട്ട് കേരള ജയിൽ ഓഫീസേഴ്സ്, ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് എന്നിവർക്കായിട്ടുള്ള പ്രായോഗിക പരീക്ഷ 22 മുതൽ 24 വരെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വകുപ്പ് തല പരീക്ഷകളുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രേഡ് സർവേയർ ആൻഡ് ഹെഡ് സർവേയർ ടെസ്റ്റിന്റെ സ്പെഷ്യൽ ടെസ്റ്റിന്റെ വിജ്ഞാപനം നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർഹതാ നിർണയ പരീക്ഷ ലീഗൽ മെട്രോളജി വകുപ്പിലേക്കുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള അംഗീകൃത സർവകലാശാലയിലേക്കുള്ള സെക്ഷൻ ഓഫീസർ, ജയിൽ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 2 എന്നിവരുടെയൊക്കെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പരീക്ഷകൾ നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PDF ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ PDF അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് ഒരു പണി തന്നിട്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ചെയർമാൻ പോയിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ഈ ഒരു ആവശ്യമില്ലാത്ത ഈ തുക്ലക്ക് പരിഷ്കരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പഠിക്കാനുള്ളവർ എന്ത് ചെയ്യുക, വ്യക്തമായി തന്നെ പഠിക്കുക. എക്സാമിനേഷൻ 22-ാം തീയതി നടക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക. കാര്യം ഇതിൽ നമ്മുടെ കേരള PSC അപ്പീൽ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് വരിക എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. എന്തായാലും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.